നമസ്കാരം. PSC സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 10 ദിവസമായിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ 10ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ 2025 കറണ്ട് അഫേഴ്സ് ഓരോ മാസമായിട്ട് പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. ജനുവരിയും ഫെബ്രുവരിയും പഠിച്ചു. ഇന്ന് മാർച്ച് മാസത്തെ കറണ്ട് അഫേഴ്സാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ബുക്കിൽ എഴുതിയെടുത്ത് വെച്ചുകൊള്ളുക. കാരണം ഇതിങ്ങനെ കേട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു റിവിഷൻ്റെ സമയത്ത് വീണ്ടും വീഡിയോ ക്ലാസ് എടുത്ത് കാണുന്നതിനേക്കാട്ടിലും ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത്. അതുകൊണ്ട് തന്നെ ബുക്ക് എടുത്തിട്ട് ഓരോ മാസത്തെയും കറണ്ട് അഫേഴ്സ് നമ്മൾ പറയുന്ന ഈ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചുകൊള്ളുക. പ്രഥമ പത്മകീർത്തി പുരസ്കാര ജേതാവാണ് ഡോക്ടർ നാരായണൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ നാരായണനാണ്. അടുത്തിടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മലേറിയ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത് ജോർജിയയാണ് മലേറിയ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര നിർമ്മിത ഉച്ചകോടി 2025 വേദിയാണ് പാരീസാണ്. നിർമ്മിത ഉച്ചകോടി 2025 പാരീസിലാണ്. അടുത്ത ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് IBCA എന്ന് പറയുന്നത്. IBCA എന്ന് പറയുന്ന സംഘടന ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി, പൂച്ച ഇനത്തിൽപ്പെടുന്ന ജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു IBCA എന്ന് പറയുന്ന സംഘടന, ബിഗ് ക്യാറ്റ് അലയൻസ്. ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് IBCA എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി അടുത്തിടെ നിയമിതനായത് ജ്ഞാനേഷ് കുമാറാണ്. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിയമനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്, പഠിച്ചുകൊള്ളുക. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം അടുത്തിടെ ലഭിച്ചത് രാജേന്ദ്ര ഗംഗാനിക്കാണ്. ഏത് പുരസ്കാരം? നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത്. എന്തിനാണ് ഈ നിശാഗന്ധി പുരസ്കാരം കൊടുക്കുന്നത്? അപ്പോൾ നിശാഗന്ധി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാ രീതിയിലും ക്വസ്റ്റ്യൻസ് പഠിക്കുക. തിരിച്ചും മറിച്ചും ഒക്കെ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ കറണ്ട് അഫേഴ്സ് ഒരുപാട് പേർക്ക് പഠിക്കാൻ മടിയാണ്. എന്നാൽ 20 മാർക്ക് കറണ്ട് അഫേഴ്സാണ്. ഇതുപോലെ ക്യാപ്സ്യൂൾ പോലെ പഠിച്ചിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ഫുൾ മാർക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് നമ്മുടെ ബാക്കി വീഡിയോസും കൂടെ ഒന്ന് കാണുക. അപ്പോൾ ഇന്ന് 10ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഇപ്പം പഠിച്ചു തുടങ്ങിയാലും കൂടെ എത്താനായിട്ട് കഴിയും. അപ്പോൾ എന്തിനാണ് നിശാഗന്ധി പുരസ്കാരം? നൃത്തരംഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നിശാഗന്ധി പുരസ്കാരം. അപ്പോൾ നൃത്തരംഗത്തെ സംഭാവനയ്ക്കാണ് ആര് കൊടുക്കുന്നത്? വിനോദസഞ്ചാര വകുപ്പാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത്. അത് ലഭിച്ചത് രാജേന്ദ്ര ഗംഗാനിക്കാണ്. രാജേന്ദ്ര ഗംഗാനി. 38ാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് സർവീസസ് ആണ്. 38ാമത്തെ ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഹോൾബർഗ് പുരസ്കാരം. ഇത് ഓൾറെഡി ചോദിച്ച ചോദ്യം തന്നെയാണ്. 2025 ഹോൾബർഗ് പുരസ്കാരം ലഭിച്ചത് ഗായത്രി ചക്രവർത്തി സ്പിവാക്കിനാണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്കിനാണ് ഹോൾബർഗ് പുരസ്കാരം ലഭിച്ചത്. 2025 മാർച്ചിൽ അന്തരിച്ച മലയാള ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ വ്യക്തിയാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. എന്നാണ് അന്തരിച്ചത്? മാർച്ചിൽ. 2025 മാർച്ചിലെ കറണ്ട് അഫേഴ്സ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു മാസത്തിൽ എല്ലാ മാസത്തെയും പ്രധാനപ്പെട്ട വ്യൂഹങ്ങൾ പഠിച്ചിരിക്കണം. മാർച്ചിൽ അന്തരിച്ച മലയാള ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ വ്യക്തിയാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ പദ്ധതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സമുദ്രയാൻ ആ ഒരു പേരിൽ തന്നെയുണ്ട്. സമുദ്രയാൻ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ എന്ന് പറയുന്നത്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമാണ് വർണ്ണപ്പകിട്ട് 2025. അപ്പോൾ ഇവിടുന്ന് പല രീതിയിൽ ചോദിക്കുക. എന്താണ് ഈ വർണ്ണപ്പകിട്ട് 2025? ട്രാൻസ്ജെൻഡർ കലോത്സവമാണ്. ഇത് നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തായിരുന്നു ട്രാൻസ്ജെൻഡർ കലോത്സവം. വർണ്ണപ്പകിട്ട് 2025 വേദി എന്ന് പറയുന്നത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരത്തിന് അർഹനായത്
KV കുമാരനാണ് എന്ത് വിവർത്തന പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് KV കുമാരൻ. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഹിന്ദി എഴുത്തുകാരൻ. അപ്പോൾ ജ്ഞാനപീഠമൊക്കെ പ്രധാനപ്പെട്ട ആണ്. വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണപുരം. ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോയിന്റ് പഠിച്ചല്ലോ, എന്താണ് മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതായിരുന്നു? തലശ്ശേരിയായിരുന്നു. അപ്പോൾ അത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഓർത്താണ്. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കണ്ണപുരമാണ്. കണ്ണൂരിലെ കണ്ണപുരമാണ് ഹരിത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. പാമ്പുകടിയേറ്റുള്ള മരണം തടയാനായി വനം വകുപ്പ് ആവിഷ്കരിച്ച സർപ്പ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ ഈ ചോദ്യം ഓൾറെഡി ചോദിച്ചതാണ്. സർപ്പ ആപ്പ് എന്താണ്? പാമ്പുകടിയേറ്റുള്ള മരണം തടയാനായിട്ട് വനംവകുപ്പ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സർപ്പ എന്ന് പറയുന്നത്. ആ സർപ്പ എന്ന് പറയുന്ന ആപ്പ്, ആ ഒരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ ആ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ടൊവിനോ തോമസ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. പാമ്പുകടിയേറ്റുള്ള മരണം തടയാനായി വനംവകുപ്പ് ആവിഷ്കരിച്ച സർപ്പ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യമാണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി. അപ്പോൾ ഈ പേരൊക്കെ തരുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം ഗുരുഗ്രാമിലാണ്. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം. ഈ ചോദ്യം ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്. രാജ്യത്തെ 58ാമത്തെ കടുവാ സങ്കേതമാണ് മാധവ് നാഷണൽ പാർക്ക്. എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മാധവ്, മധ്യപ്രദേശ്. ആ പേര് വെച്ച് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും എയർ കണ്ടീഷണറുകളുടെ ഉപയോഗമൊക്കെ കുറയ്ക്കുന്ന പദ്ധതിയാണ് കുളിർമ എന്ന് പറയുന്ന പദ്ധതി. കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ചൂട് കുറച്ച് എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം കുറയ്ക്കുന്ന പദ്ധതിയാണ് കുളിർമ പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പോൾ 2025 മാർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് പോയിന്റുകളാണ് പഠിച്ചത്. ഇനി നമുക്ക് എത്രയാണ് പഠിക്കാനുള്ളത്? ഏപ്രിൽ മാസമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ നോട്ടുകളെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് ബുക്കിൽ എഴുതിയെടുത്തുകൊള്ളുക. അതുപോലെ അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ എക്സാം രാത്രി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലിൽ എല്ലാവരും അംഗമാവുക. അതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാണും. താങ്ക്